വിമാന ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ലോകവും രാജ്യവും ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 265 പേരുടെ മരണമാണ് സംഭവിച്ചതായുള്ള വിവരങ്ങൾ വരുന്നത്. 241 വിമാനത്തിലുണ്ടായിരുന്ന 241 പേർക്ക് പുറമെ വിമാനം ഇടിച്ചിറങ്ങിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. 5 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്നുള്ളവരുടെ. പക്ഷേ മറ്റുള്ളവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ കൃത്യമായി വരേണ്ടതുണ്ട്. ഇത് ഔദ്യോഗികമായ കണക്കല്ല. ഇതൊക്കെ തന്നെയും ആശുപത്രിയിൽ നിന്നും ഒപ്പം മറ്റധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഔദ്യോഗികമായ കണക്കുകൾ DNA പരിശോധന നടത്തിയ ശേഷം മാത്രമേ സർക്കാർ പുറത്തുവിടുകയുള്ളൂ. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറിന്റെ മരണവും തീരാ നോവായി മാറുകയാണ്. കാരണം പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നതിനിടയിൽ ആണ് രഞ്ജിത വീട്ടിലെത്തി മടങ്ങിയത്. അപ്രതീക്ഷിതമായ വിയോഗത്തിന്റെ ഞെട്ടൽ തന്നെയാണ് കുടുംബമുള്ളത്. ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ വിശ്വാസ് രമേശ്. അദ്ദേഹവുമായി ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ നടന്നു നീങ്ങുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. 30 സെക്കൻഡിനുള്ളിൽ വിമാനം തകരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഞാൻ കണ്ണു തുറന്നപ്പോൾ ചുറ്റും മൃതദേഹമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളാണ് കണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ എത്രത്തോളം ഭീതിതമാണ് ആ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ മെസ്സിനകത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പാത്രങ്ങൾ പകുതി ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ ദുരന്തം പറന്നിറങ്ങുകയായിരുന്നു. നമ്മൾ അതിലേക്ക് പോയാൽ അതിലും നോബൽ മാരിക്കാരനുമാണ് ചേരുന്നത്. അവിടെ NDRF സംഘം ഇപ്പോൾ വീണ്ടും ആ ദുരന്ത സ്ഥലത്തേക്ക് മെസ്സിനകത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. രാവിലെ ഏത് രീതിയിലാണ് ഈ ദൗത്യം? ഇന്നലെ രാത്രി താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ദൗത്യം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. NDRFിൻ്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വാഹനങ്ങൾ ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നുണ്ട്. DCGയുടെ അന്വേഷണമുണ്ട്. ഒപ്പം വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അന്വേഷണമുണ്ട്. വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അന്വേഷണം ഒരു അന്വേഷണ സമിതി രൂപീകരിച്ച് നടത്തുന്ന അന്വേഷണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു സമിതി രൂപീകരിക്കും കേന്ദ്രം. അതിലാകും പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടക്കുക എന്നുള്ളതാണ്. വ്യോമയാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്രം പഠനം നടത്തുമെന്ന റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. DGCAയുടെ അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനൊപ്പം എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണത്തിൽ വിദേശ ഏജൻസികളുടെ സഹായം കൂടി ലഭ്യമാക്കുമെന്ന വിവരം കൂടിയുണ്ട്. വിവിധ തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കൂടി ഉണ്ടാകും. അതിനുള്ള പ്രത്യേക പഠനം നടത്തുമെന്ന് കൂടി കേന്ദ്രത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ തന്നെ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു. രാവിലെ തന്നെ പ്രധാനമന്ത്രി എത്തി പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബങ്ങളെയും കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ രൂപത്തിൽ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും എടുക്കുക, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. എങ്ങനെയാണ് അപകട കാരണം എന്നത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഈ ബ്ലാക്ക് ബോക്സിൽ നിന്നും ഡീകോഡ് ചെയ്ത് പ്രധാന വിവരങ്ങൾ എടുക്കാൻ സമയമെടുത്തേക്കും. പക്ഷേ കൃത്യമായൊരു വിവരം, അത് എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് കണ്ടെത്തുക എന്നതാണ്. ഈ അപകടത്തിന് കാരണമായി ഈ കോക്പിറ്റിനുള്ളിൽ നടന്ന സംഭാഷണങ്ങൾ മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സിലാണ് ശേഖരിച്ചു വെക്കുക. ആ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വീണ്ടും തുടരുന്നത്. NDRFിൻ്റെ കൂടുതൽ സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. NDRFിൻ്റെ കൂടുതൽ സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നു. വിമാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റുന്നതിനും മറ്റു തെരച്ചിലിനുമൊക്കെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇവിടെ ആകെ നിയന്ത്രണമുണ്ട്. ഈ BJ മെഡിക്കൽ കോളേജിൻ്റെ ഈ വിദ്യാർത്ഥികളും ഒപ്പം സ്റ്റാഫും താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്കും ഹോസ്റ്റലിലേക്കുമാണ് ഈ ഇവിടെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്കപ്പുറം അവിടെ ആദ്യം നിൽക്കുന്നയിടത്ത് അവിടെ ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്ന എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. ഈ അധികൃതർ ഏതെങ്കിലും തരത്തിൽ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ടോ? 5 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പരിക്കേറ്റ ചിലരുടെ കൂടി മരണം സ്ഥിരീകരിച്ചെന്ന് പറയുന്നു. അത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണോ എന്നത് ഉൾപ്പെടെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ?
24 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഒടുവിൽ ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം. 24 പേരുടെ മരണം, ഈ യാത്രക്കാരല്ലാത്ത 24 പേർ, ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നവർ, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും ജീവനക്കാരും അവരുടെ ബന്ധുക്കൾ, ഒപ്പം ഹോസ്റ്റലിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആകെ 24 പേരുടെ മരണം. അത് ആ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചില ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് 300 മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 242 പേർ വിമാനത്തിനുള്ളിലെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതൊരു അലാമിംഗ് കണക്കാണ്. പക്ഷേ നമുക്ക് കാര്യങ്ങളിൽ സ്ഥിരീകരണം വന്ന ശേഷം മാത്രം അത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ കഴിയൂ. കാരണം ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റ് സംബന്ധിച്ച് അല്ലെങ്കിൽ വിമാനത്തിലുണ്ടായിരുന്നവരുടെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആ എണ്ണം കണക്കാക്കുകയും ചെയ്യും.